എൻ്റെ പേര് കിരൺ. എൻ്റെ പേര് ദിയ. അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു അടുത്തായിട്ട് ഒരു ഇന്റർകാസ്റ്റ് മാരേജ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പം വലിയ രീതിയിൽ ഒരു പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ വീട്ടിൽ ഞാൻ കുറേ സാധനങ്ങൾ എടുത്തിട്ട് വന്നിട്ടുണ്ട് പറയുന്നത്, ഞാൻ ഒന്നും എടുക്കാണ്ടാ വന്നത്. അത് പറഞ്ഞിന് അത് വണ്ടിക്കില് ഞാൻ ഇത് കേട്ടപാട് ഒരു യൂട്യൂബ് വ്ലോഗിൽ ഒരാൾ പറയുന്നുണ്ട് ഇവിടെ എന്തെല്ലാം സ്വർണവും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടാ വന്നേന്ന്. ഒന്നും എടുത്തിട്ടില്ല വരുമ്പോ. പിന്നെ കഴിഞ്ഞ ഫെബ്രുവരി 14 എൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാ. ആ സമയം തന്നെ ഞാൻ വീട്ടിൽ പറഞ്ഞതാ എനിക്ക് താല്പര്യമില്ല. പിന്നെ അവരൊന്നും കേൾക്കുന്നുണ്ടായിട്ടില്ല, കുറെ പ്രശ്നമെല്ലാം ഉണ്ടായിന്. അങ്ങനെ ഇത് ലാസ്റ്റ് കഴിഞ്ഞ 20 ഇറങ്ങുന്നതിന്റെ തലേന്ന് പറഞ്ഞ്. അപ്പോൾ ആദ്യം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇത് എന്തായാലും വിളിച്ചേ പറ്റും, മെസ്സേജ് പറ്റും, എന്തായാലും നോക്കിയേ പറ്റുന്നുള്ള ഒരു ഇത് കൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും നോക്കാണ്ട് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇറങ്ങി വന്നത്. അപ്പോൾ ഇങ്ങനെയല്ലാണ് കുറെ കാര്യങ്ങൾ നമുക്കിത് നമ്മളെ കൊണ്ട് സംസാരിക്കും. ഇത് ദിയ ഫാത്തിമ ഒളിച്ചോടി പോയ ആ സന്ദർഭത്തിൽ വീഡിയോയിൽ പറഞ്ഞ വാക്കാണ്. ഞാൻ സ്വർണമൊന്നും കൊണ്ടുപോയിട്ടില്ല, വേറൊരു വഴിയില്ലാത്ത കൊണ്ടാണ് ഇങ്ങനെ ഒളിച്ചോടുന്നത്. പിന്നെ എൻ്റെ എൻഗേജ്മെൻറ്റൊക്കെ കഴിഞ്ഞതാണ് എന്ന മനോഹരമായ രീതിയിൽ ഒരുപാട് പറയുന്നുണ്ട്. സന്തോഷകരമായ ജീവിതമാണ്. ആരൊക്കെയാണ് ഒളിച്ചോടുന്നത്? ഏത് മാസത്തിലാണ്? പരിശുദ്ധമായ റമദാൻ മാസത്തിലാണ് ഒളിച്ചോടുന്നത്. റമദാൻ കഴിഞ്ഞാൽ പിന്നെ അവൾ നിക്കാഹാണ്. നല്ല ദീനിയായ ചെറുപ്പക്കാരനെ നോക്കി കുടുംബമെല്ലാം വിവാഹം ഉറപ്പിച്ചെല്ലാം കഴിഞ്ഞു. റമദാൻ കഴിഞ്ഞ ഉടനെ വിവാഹം നടക്കുന്നതാണ്. പാവം ആ ചെറുപ്പക്കാരൻ്റെ അവസ്ഥ ഓർക്കുമല്ലാത്ത സങ്കടമാണ്. ഈ പരിശുദ്ധ റമദാനാണ് ഇവൾ ഒളിച്ചോടുന്നത്. ഇന്ന് തിരിച്ചു വന്നു. കാരണം കിരൺ ബാബുവിന് ആഗ്രഹിച്ചത് പരിപൂർണമായി കിരൺ ബാബു നേടി, നന്നായി കിട്ടി. ഇനിയിപ്പോൾ ആവശ്യമില്ലല്ലോ, ഇനി ആവശ്യമില്ലാന്ന് തോന്നിയപ്പോൾ വഴിമധ്യേ ഉപേക്ഷിച്ച് കളഞ്ഞു. ദിയ ഫാത്തിമ അങ്ങനെ ഒരു ഫാത്തിമല്ല, ഒരുപാട് ഫാത്തിമകൾ. ഇതാ ഈ കാണുന്നത് നോക്ക്. ഇതാണ് നമ്മുടെ മുസ്ലിം സഹോദരിമാരുടെ പെൺകുട്ടികളുടെ ദീനീബോധം. എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ദീനിയായ ബോധം നമ്മുടെ പെൺകുട്ടികൾക്ക് ഇല്ലാതെയായി. പിന്നെ അവർക്കുള്ള സ്വാതന്ത്ര്യം നമ്മുടെ മാതാപിതാക്കൾ ഇപ്പോൾ നൽകുന്ന സ്വാതന്ത്ര്യത്തിനൊന്നും പറയേണ്ടതില്ലല്ലോ. ഒന്നും വീട്ടിൽ പോയി പറയാൻ പറ്റൂല. ഇതാ നിങ്ങളെ മകളൊന്ന് ശ്രദ്ധിക്കണം, ഇങ്ങനെ ശ്രദ്ധയിൽ പെടുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ ആൾ കുറ്റവാളിയായി. ആ പറഞ്ഞ ആളെ പിന്നെ വളരെ മോശമായി പറയാൻ തുടങ്ങി. പിന്നെ ഒളിച്ചോടതിന് ശേഷം പറയും നിങ്ങൾ അന്ന് പറഞ്ഞവർ ശ്രദ്ധിച്ചിരുന്നെങ്കിലാന്ന് പറയും. ഇത് ഈ കാണുന്നൊരവസ്ഥയാണ് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെ വല്ലാത്തൊരു ദീനീബോധം. കാരണം വളരെ ശരീരം മൊത്തം മറച്ച് ആരും പറയാനില്ല, ഒന്നും പറയാനില്ല. ദീനിയായ ഇഖ്ലാസോടു കൂടിയുള്ള ഒരു ഡാൻസാണ്. നിങ്ങൾ കൊതി പിടിച്ച് കാത്തു നിൽക്കുകയാണ് എവിടെ നിന്ന് ഡാൻസ് ഇങ്ങനെ കാണാൻ പറ്റുന്നു. അങ്ങനെ അവ ഒന്ന് ആസ്വദിപ്പിക്കാൻ വേണ്ടിയായിരിക്കാം. എത്ര പറഞ്ഞാലും ഇത്തരത്തിലുള്ള ഒരുപാട് കഥകൾ, എത്ര മയ്യത്താണ് പൊട്ടക്കിണറിലും അതുപോലെ റെയിൽ ട്രാക്കിലും എത്രയാണ് ഈ നിരന്തരമായി കാണുന്നത്. കൊണ്ടുപോകുമ്പോൾ ഒരുപാട് പ്രലോഭിച്ചും പല രീതിയിലും പറഞ്ഞു കൊണ്ടുപോകും. കൊണ്ടുപോയതിൻ്റെ ശേഷം ദിയയുടെ ഇപ്പോഴത്തെ അവസ്ഥ, ദിയ പറയുന്നത് കാരണം പോയി കുറച്ച് സമയം എനിക്ക് സന്തോഷമുണ്ട്, പിന്നെ അവൻ എന്നോട് ചെയ്ത അക്രമം ചെറുതൊന്നല്ല. നീ ആരെയാണ്? നിൻ്റെ സ്വന്തം മാതാപിതാക്കളെയാണ് മനസ്സ് നൊമ്പര വേദനപ്പെടുത്തിക്കൊണ്ട് നീ ഇറങ്ങിപ്പോകുന്നത്. ഒരിക്കലും രക്ഷപ്പെടൂല. അത് നീ ഹിന്ദു സഹോദരൻ്റെ കൂടെ പോയാലും മുസ്ലിം സഹോദരൻ്റെ കൂടെ മാതാപിതാക്കൾക്ക് പൊരുത്തമില്ലാതെ ഇറങ്ങി ഓടിപ്പോയാൽ അത് അനുഭവിക്കേണ്ടി വരും. അല്ലേ? നീ ചെയ്ത തെറ്റ് തിന്മ എത്രയാണ്? ഒന്ന് പരിശുദ്ധമായ ദീന് വലിച്ചെറിഞ്ഞു. അതോടൊപ്പം ഈ ചെയ്യുന്നത് തനി വ്യഭിചാരമാണ്, വലിയ കുറ്റമുള്ള കാര്യമാണെന്ന് നിനക്ക് കൃത്യമായി മദ്രസയിൽ അതിൻ്റെ ഗൗരവം പഠിക്കുന്നതിന് മുമ്പ് മദ്രസ വിട്ടു. കാരണം 7, 8 ക്ലാസ് 10 ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്കാണല്ലോ വ്യഭിചാരവും അതും പല വിഷയത്തെക്കുറിച്ച് മദ്രസ കിതാബുകൾ ചർച്ച ചെയ്യുന്നത്. ഗൗരവത്തോടു കൂടി നമ്മുടെ കണ്ണിനെ ശ്രദ്ധിക്കണമെന്നും കണ്ണ് നിയന്ത്രിക്കണമെന്നും നമ്മുടെ ഓരോ ശരീരത്തെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾ നിയന്ത്രിക്കണമെന്നും അള്ളാഹുവിന് വേണ്ടി നാം ജീവിക്കണം. അള്ളാഹുവിന് വേണ്ടി എന്തും നാം ത്യജിച്ചാൽ അതിന് പകരം നാം വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറം അള്ളാഹു നൽകുമെന്നുള്ള
ഈ ഒരു നല്ല ഒരു ഉപദേശം മക്കൾക്ക് കിട്ടുന്ന സമയത്ത് മക്കൾ സ്കൂളിൽ മദ്രസ വിട്ടു, പിന്നെ ഭൗതിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകും. ഭൗതിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം, ദീനിയോടൊപ്പം നൽകണം. ദീനി ഇല്ലാതെ ഭൗതിക മാത്രം നൽകിയാൽ ഇതുപോലത്തെ കാഴ്ചകൾ കാണാൻ സാധിക്കും. അള്ളാഹുവിന് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എൻ്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർ, എൻ്റെ പ്രിയപ്പെട്ട പെണ്ണുമക്കൾ, അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ ഒരു അന്യ പുരുഷനെ അല്ലെങ്കിൽ അന്യ സമൂഹത്തിൽപ്പെട്ട അന്യ മതസ്ഥരിൽപ്പെട്ട ആരെങ്കിലും ഇപ്പോൾ പ്രണയിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോഴും പ്രണയിക്കുന്ന ആളുണ്ടാകാം, ഇപ്പോഴും ഈ സമയത്തുണ്ടാകാം, ഇങ്ങനെ ഒളിച്ചോടാൻ വേണ്ടി എല്ലാം പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നവർ പലരും ഉണ്ടാകാം. അവരൊക്കെയാണ് ഈ വീഡിയോ കേൾക്കുന്നതെങ്കിൽ നീ അള്ളാഹുവിന് വേണ്ടി അവനെ ത്യജിക്ക്, അള്ളാഹുവിന് വേണ്ടി അവനെ ത്യാഗം ചെയ്യും, അവനെ ഒഴിവാക്ക്. വേണ്ട അന്യമതസ്ഥരായാലും വേണ്ട, നിന്റെ സ്വന്തം മതത്തിൽപ്പെട്ട ആളായാലും വേണ്ട, നിന്റെ കുടുംബത്തിൽപ്പെട്ട ആളായാലും വേണ്ട, അള്ളാഹ്ക്ക് വേണ്ട നീ ഇന്ന് ഈ നിമിഷം അതൊന്ന് നീ ത്യജിച്ചാൽ, അള്ളാഹ് നിനക്ക് വേണ്ടി റബ്ബേ ഞാനിത് ത്യജിക്കുന്നു, ഒറ്റ നീയത്ത് നിനക്കതിന് പകരമായി അള്ളാഹു നൽകുന്നത് കണ്ടാൽ നീ അത്ഭുതപ്പെട്ടു പോകും. ചരിത്രം അങ്ങനെയാണ്. എത്ര സംഭവങ്ങൾ നമുക്ക് ഉദ്ധരിക്കാൻ സാധിക്കും. സുലൈമാൻ നബിൻ്റെ ഇബാദത്തിന് ചെറിയ ഒരു കോറ്റം വരുത്തിയതാണ് ഒട്ടകം. ദേഷ്യത്തോടു കൂടി ഒട്ടകത്തിന് അടിച്ചു, ഒട്ടകം ചത്തുപോയി. അള്ളാഹ്ക്ക് വേണ്ടിയാണ് അത് അത്ര ദേഷ്യം പെട്ടതും ഒട്ടകം ചാകാനുണ്ടായ കാരണം. സുലൈമാൻ നബിൻ്റെ ഏറ്റവും സ്പീഡിലൂടെ പോകുന്ന ഒട്ടകമായിരുന്നില്ല. അള്ളാഹ്ക്ക് വേണ്ടി ത്യജിച്ചപ്പോൾ അതിന് പകരമായി അള്ളാഹു കൊടുത്ത വാഹനം ഏതെന്നറിയോ? അള്ളാഹു കൊടുത്തത് സുലൈമാൻ നബിക്ക് ആ ഒട്ടകത്തിൻ്റെക്കാൾ വളരെ സ്പീഡുള്ള, വിചാരിച്ച സമയത്ത് എല്ലായിടത്തും എത്താൻ പറ്റുന്ന കാറ്റിന് അള്ളാഹു അടിമപ്പെടുത്തി കൊടുത്തി. പിന്നെ കാറ്റിലൂടെയാണ് സുലൈമാൻ നബി സഞ്ചരിച്ചത്. അള്ളാഹുവിന് വേണ്ടി അല്ലേ സുലൈഖ പറഞ്ഞു, ഇനി നീ അടിമയല്ല. യൂസുഫ് നബി അടിമയായിട്ടാണ് വന്നത്. ഇനി നീ അടിമയല്ല, നിനക്ക് ഈ രാജ്യത്തിലുള്ള ഈ രാജ്യഭവനത്തിലുള്ള എല്ലാ സുഖങ്ങളും നിനക്ക് സുഖിച്ച് നല്ല സന്തോഷത്തിൽ നിനക്ക് കഴിയാം. നിനക്ക് എങ്ങനെ നീ വിചാരിക്കുന്നു ജീവിക്കുന്ന ആ രീതിയിൽ നിനക്ക് ജീവിക്കാം. നീ ഒരേ ഒരു കാര്യം ചെയ്യേണ്ടത്, എൻ്റെ ശാരീരിക ആഗ്രഹം എനിക്ക് പൂർത്തിയാക്കി തരണം എന്നാണ് പറഞ്ഞത്. ആ ഒരു ആഗ്രഹം യൂസുഫ് നബി അലൈഹിസ്സലാം പൂർത്തീകരിച്ചു കൊടുത്താൽ സുലൈഖ എന്ത് നൽകും? എല്ലാ സൗകര്യങ്ങളും നൽകി കൊടുക്കും, ഒരു ജോലിയും ചെയ്യിപ്പിക്കില്ല. കാരണം പിന്നെ അടിമയല്ല, പിന്നെ നീ എൻ്റെയാണ്, എൻ്റെ ഭർത്താവിനേക്കാളും നിനക്കാണ് കൂടുതൽ സ്ഥാനം എന്ന് പറഞ്ഞു. അള്ളാഹ്ക്ക് വേണ്ടി സുലൈഖയെ ത്യജിച്ചു. അള്ളാഹു അതിന് പകരം എന്താ കൊടുത്തത്? രാജധികാരം കൊടുത്ത്, വീണ്ടും സുലൈഖയെ കൊടുത്ത് സുന്ദരിയാക്കിയിട്ട് എല്ലാം അള്ളാഹു നൽകി. വാപ്പയെ തിരിച്ചു നൽകി, സഹോദരങ്ങളെ തിരിച്ചു നൽകി, എല്ലാം അള്ളാഹു തിരിച്ചു നൽകി. അതാണ് അള്ളാഹു. നാം അള്ളാഹുവിന് വേണ്ടി എന്ത് ത്യജിക്കുന്നു അതിന് പകരമായി അള്ളാഹു പലതും നൽകും. ഹറാമിലൂടെയാണ് അത്. അന്യമതസ്ഥരിൽപ്പെട്ടവനാകണമെന്നില്ല, സ്വന്തം മതസ്ഥരിൽപ്പെട്ട ആളൻ തന്നെയാണ്, മുസ്ലിമിൽപ്പെട്ട ആൾ തന്നെയാണ്. നിന്റെ ബന്ധം നിക്കാഹ് കഴിയുന്നതിന് മുമ്പുള്ള പല ചാട്ടിങ്ങും പലതും തുടങ്ങി, പല ഹറാമും ശാരീരികവുമായ ശരീരവും പങ്കിട്ട് എല്ലാം ഇട്ട് വീണ്ടും ജനങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി ഒരു നിക്കാഹ് നീ കഴിച്ച് ആ ദാമ്പത്യ ജീവിതത്തിലേക്ക് ഏർപ്പെടുകയാണെങ്കിൽ നിന്നല്ലാഹു പരീക്ഷിക്കാതിരിക്കല്ല, ഉറപ്പായി പരീക്ഷിക്കും. ഹറാമിലൂടെ തുടക്കം കുറിച്ചതാണ്. അങ്ങനെയുള്ള ബന്ധങ്ങളെല്ലാം അള്ളാഹ്ക്ക് വേണ്ടി ഉപേക്ഷിക്കുക. അങ്ങനെ ആരും വേണ്ട. മാതാപിതാക്കൾക്ക് തൃപ്തിയില്ലാത്ത, അവരെ കണ്ണീരില്ലാത്ത, 9 മാസം വയറ്റിൽ വെച്ച് ഉമ്മയുടെ കണ്ണിന്ന് ഒരു തുള്ളി വെള്ളം, എൻ്റെ പ്രിയപ്പെട്ട മോളെ, അത് വല്ലാത്ത അത് കണ്ണുനീരായിരിക്കും. അത് നിനക്ക് താങ്ങാനോ സഹിക്കാനോ പറ്റാത്ത അത്രയ്ക്ക് വേദന നീ മരിക്കുന്നതിന് മുമ്പ് അനുഭവിക്കേണ്ടി വരും. ആ ഉമ്മയുടെ കണ്ണുനീർ എന്ന് പറഞ്ഞാൽ അത്ര വലുതാണ്. അതുകൊണ്ട് ആരെങ്കിലും അത്രത്തുള്ള ബന്ധത്തിൽ ഏർപ്പെട്ട് നിർത്ത്. ഇതാ ദിയ അതിനൊരു ഉദാഹരണം. ദിയ ഓടി. ഇതാ ഇന്ന് അവൻ അവളെ ഉപേക്ഷിച്ചു. ഇപ്പൊ ഇതാ നേരെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അവൻ്റെ ആഗ്രഹം എല്ലാം തീർന്നു. ഇനി ദിയ വേണ്ട. അവൻ ആഗ്രഹിച്ചത് അത്രയേ ഉള്ളത് കിട്ടി. ഇനിയിപ്പോൾ ദിയാനെ പുറത്ത് നടന്ന് ഇവനെന്ത് കിട്ടാനാ? ഇവൻ്റെ ഒരു ജീവിതം നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത്. കാരണം ഇവനിക്ക് കുടുംബമുണ്ട്, ഇവനിക്ക് എല്ലാവരും ഉണ്ട്. അതും 2 വിവാഹം കഴിഞ്ഞെന്നാണ് പറയപ്പെടുന്നത്. 2 വിവാഹം കഴിഞ്ഞ് മക്കളുണ്ട്. അവരെ തെച്ചിന് വിവാഹം കഴിഞ്ഞിട്ടില്ലെങ്കിലും അവനിക്കൊരു ആഗ്രഹമില്ലേ, എനിക്ക് നന്നായി എൻ്റെ സുഹൃത്തുക്കളെല്ലാം വിളിച്ചൊരു നല്ല മനോഹരമായ
ഒരു കല്യാണമൊക്കെ കഴിക്കണം, എൻ്റെ കുടുംബത്തെല്ലാം ഒരുമിച്ച് കൂട്ടി ആഗ്രഹം ഉണ്ടാവില്ലേ? ഉറപ്പായിട്ടുണ്ടാകും. ആ ആഗ്രഹം തീർച്ചയായും പൂർത്തീകരിക്കും. ഈ അടുത്താണല്ലോ ഒരു പെൺകുട്ടി ഒരു അന്യമതസ്ഥൻ്റെ കൂടെ ഓടിപ്പോയത്. അവൻ കൊണ്ടുപോയി അവളെ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ കൊടുത്ത് അവൾ പിന്നെ മാരകമായ എയ്ഡ്സ് രോഗിയായി. ഇന്ന് ആരുമില്ല, പള്ളി പോയി കളക്ഷൻ ചെയ്തിട്ടാണ്. വളരെ ദയനീയമായ ഒരു അവസ്ഥയിലാണ്. ഉസ്താദ് ചോദിച്ച്, എന്തിനാ മോളെ നീ ഇങ്ങനെ പള്ളി പോകുന്ന, നിനക്ക് കുടുംബമൊന്നും ഇല്ലേന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു, എൻ്റെ സംഭവം ഇങ്ങനെയാണ്, എൻ്റെ കുടുംബക്കാരനെ ഒഴിവാക്കിയിട്ടുണ്ട്, ഞാൻ എപ്പോൾ തന്നെ ആത്മഹത്യ ചെയ്യുമായിരുന്നു. എൻ്റെ പിഞ്ചു മകനായ ഒരു ആൺകുഞ്ഞുണ്ട്, ആൺകുഞ്ഞിക്ക് വേണ്ടിയാണ്, അതും വ്യഭിചാരത്തിൽ കിട്ടിയ കുഞ്ഞാണ്, ആ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ ത്യാഗം ചെയ്യുന്നത് എന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത്. അത്രയാണ് ഇതുവരെയൊക്കെ സംഭവിച്ചിട്ടുള്ളത്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇനിയും എൻ്റെ പെൺകുട്ടികളെ, നിങ്ങൾക്ക് ബോധം വന്നില്ലെങ്കിൽ ഇതാ കൊണ്ടറിയേണ്ടി വരും. ദിയായിപ്പോൾ കൊണ്ടറിഞ്ഞതുപോലെ കൊണ്ടറിയേണ്ടി വരും. കണ്ടറിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കൊണ്ടറിഞ്ഞ് മനസ്സിലാക്കേണ്ടി വരും. അതിൻ്റെ മുമ്പ് അള്ളാഹ്ക്ക് വേണ്ടി നാം ഇതെല്ലാം ബന്ധങ്ങൾ ഉപേക്ഷിച്ച് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി നാം ഇതൊക്കെ ത്യജിച്ചാൽ നല്ലൊരു ജീവിതം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യും. അള്ളാഹു നല്ലൊരു ദാമ്പത്യ ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.